പോയി തല്ലുന്നേ. അതിന് തക്കവണ്ണം എന്താ ഇവിടെ ഉണ്ടായത്? എന്താ മോളെ ഉണ്ടായത്? അച്ഛനമ്മമാരും മക്കളും കൂടി അടുക്കളയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കിയതും മതില് കെട്ടിയതും ഒന്നും ഞാൻ അറിഞ്ഞില്ല. ഞാനും മനോജും ഒക്കെ ഏത് ഗ്രൂപ്പിലാ? അതറിയാതെ ഞാനൊരു ചപ്പാത്തി എടുത്തുപോയി. അതൊരു വലിയ തെറ്റായി പോയല്ലേ? ചേരിതിരിവെന്നും ഗ്രൂപ്പിസം എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തില്. പക്ഷെ എന്റെ ഭർത്താവിന്റെ കുടുംബത്തിലെ അടുക്കളയിലാ ചേരിതിരിവെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹരിതേ, നീ ഗ്രൂപ്പിസവും നോക്കണ്ട, ചേരിതിരിവും നോക്കണ്ട, ആരുടെയും പക്ഷം പിടിക്കുകയും വേണ്ട. പ്രകാശേട്ടൻ കാണിച്ചതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു കൂടപ്പിറപ്പിന്റെ സ്നേഹത്തോടെ പറയോ, ഹരിത ആഹാരം കഴിക്കും. വേണ്ട, ഔദാര്യത്തിന് നന്ദി. ഇനി ഈ ആഹാരം കഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ഭർത്താവിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ തെരുവിൽ കിടന്ന് തെണ്ടുന്നതാ. മോറങ്ങോട്ട് വിടണേ. മടുത്തച്ഛ, ഭർത്താവെന്ന് വെച്ച് സഹിക്കുന്നതിനൊരതിരുണ്ട്. മോളെ, ഭർത്താവിന്റെ ഈ വക പെരുമാറ്റങ്ങൾ സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കാം. പക്ഷേ അച്ഛൻ എന്താ പറയാനൊരുങ്ങിയത്? എന്തായാലും സുചിത്രയോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പറഞ്ഞോളൂ മാധവേട്ട. എന്തുപറ്റി? മനസ്സിന് ഒരുപാട് പ്രയാസമുണ്ട് ചന്ദ്രു. എന്തൊക്കെയായാലും ഹരിത നമ്മുടെ മരുമോളല്ലേ. ഇത്രയും നാളും പരസ്പരം പിരിഞ്ഞു നിന്നതിന് ശേഷവും അവൾ ജോലിയും കൂലിയും ഇല്ലാത്ത മനോജിനൊപ്പം തിരികെ വന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. കോടീശ്വരിയാ അവള്. അതുപോലും ഓർക്കാതെ ആഹാരം കഴിക്കാൻ വന്നിരുന്ന അവളുടെ മുന്നിലെ അന്നം തട്ടിത്തെറിപ്പിച്ചത് മഹാക്രൂരതയായി പോയില്ലേ ചന്ദ്രു? അവന്റെ അനിയന്റെ ഭാര്യയല്ലേ ഹരിത. ഒരു സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവനത് ചെയ്യുമായിരുന്നോ? അവന് ജന്മം നൽകിയത് ഞാനാണല്ലോ എന്നോർത്ത് വല്ലാതെ ലജ്ജിച്ചുപോയി. മകന്റെ ക്രൂരതയിൽ വല്ലാതെ തരം താണു പോയ ഒരച്ഛന്റെ കുറ്റബോധത്തിലായിപ്പോ ഞാൻ. മാധവേട്ട, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മനോജിന് കുറച്ച് പണം കൊടുത്ത് സഹായിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ വിവാഹമോചനത്തിനുള്ള ഹരിതയുടെ വക്കീൽ നോട്ടീസ് മനോജിന് കൈപ്പറ്റേണ്ടി വരും. നീ പറയുന്നേ? പ്രകാശം കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് മാപ്പ് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോയതാ ഞാൻ. മനോജിനെ ഹരിത ഒന്നിനും കൊള്ളാത്തവനെന്ന് കുറ്റപ്പെടുത്തുന്നത് ഞാൻ കേട്ടു.
മനോജ് എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തി സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി ജീവിക്കണമെന്ന ഹരിതയുടെ നിലപാട്. മനോജിന്റെ ശമ്പളക്കാശിന്റെ ചെലവിൽ 10 ദിവസമെങ്കിലും ജീവിക്കണമെന്ന ഹരിതയുടെ ആഗ്രഹം. ഏതൊരു ഭാര്യയുടെയും ന്യായമായ ആഗ്രഹമല്ലേ ചന്ദ്രു അത്? ഉം, അതിന് കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പോരുത്. അതെ. ആ ആഗ്രഹം നടന്നില്ലെങ്കിൽ മനോജുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന ഹരിത പറയുന്നത്. ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ കുറച്ചു പണമെങ്കിലും ഉടനെ കൊടുത്തേ മതിയാവും. ഒരു 10,000 രൂപയെങ്കിലും സ്വന്തം ബിസിനസ്സിൽ നിന്നുണ്ടാക്കി മനോജ് ഹരിതയെ ഏൽപ്പിച്ച അവൾക്കത് സന്തോഷാവും. സെക്രട്ടറിയാ. എന്താടോ? കേസിന്റെ പേര് നാളെയാണ്. ആരൊക്കെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. കോടതി വരാന്തം മുഴുവൻ നിരങ്ങിയത് ഞാനല്ലേ. നാളെ വിധി എനിക്ക് അനുകൂലമായി വരുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിപ്പം പിന്നീട് പതറുന്നേ. ഇവിടെ കുറുപ്പാരുടെ ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് വെറും കള്ളക്കഥകൾ മാത്രമാണ്. പിന്നെ എന്തെങ്കിലും കള്ളക്കളികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടിയാണ്. അതും പാർട്ടി തീരുമാനം അനുസരിച്ച്. ഇനി തനിക്ക് വല്ല സംശയമുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ചാനൽ ചർച്ചകളൊക്കെ നമുക്ക് അനുകൂലമായിട്ടല്ല.